ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താവരജ്യോതിഷം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുച്ചാനേകധായ ശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവി. ഓം ആദിത്യായ നമഃ ആദിത്യായ നമഃ ആദിത്യായ നമഃ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ്. 1200 ആണ്ട് 1199 കർക്കിടക മാസം 32 2024 ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച രാത്രി 7:40 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു. വറുതിയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ്, പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം. ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട്. ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം 1 വർഷങ്ങളായി ആചരിച്ചു വരുന്നു. ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു. ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ചിങ്ങമാസത്തിലാണ് പൊന്നോണം, തിരുവോണം വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ്. ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട്. കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു. ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു. സിംഹേ വിംശതിരാദിത എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത്. ചിങ്ങമാസം 20 വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി. എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം. നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതശ്ച ആത്മപ്രഭാവ, ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ. നമ്മുടെ ഓറയിൽ, ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം, മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ. ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്. സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ആത്മാവ്, പിതാവ്, രാജാവ്, രാജസേവ, ധൈര്യം, ശൗര്യം, ക്രൂരത, സദസ്സിൽ വിജയം, അധികാരത്തോടുള്ള ഭ്രമങ്ങൾ, ഉത്സാഹം, പ്രശസ്തി, ഔന്നത്യം, ആത്മികമായ കർമ്മങ്ങൾ, ഉയർന്ന ദേശങ്ങൾ, പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ, വനസഞ്ചാരങ്ങൾ, കൃഷി ചെയ്യുക, വാഹനങ്ങൾ, നാൽക്കാലികൾ, കഠിന വൃക്ഷങ്ങൾ, കൂവളം, ഹോമം, ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മാനവ വിഭവശേഷി, നഖം, നമ്മുടെ ത്വക്ക്, ചർമ്മം, ചെമ്പ്, സ്വർണം, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, രത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ വസന്തർത്തു, ശാരീരികമായി ഹൃദയം, അസ്ഥി, ഉദരരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൈൽസ്, ധാന്യങ്ങളിൽ ഗോതമ്പ്, ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന
കാരക ധർമ്മങ്ങളാകുന്നു. ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു. നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. മകരം രാശി എന്നാൽ നിങ്ങൾക്കിന്ന് സുവിദിതമാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്രങ്ങളുടെ ഒരു സമൂഹമാകുന്നു മകരം രാശി. ഇന്ന് മകരം രാശിയിൽ ആദിത്യൻ 8ാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. അഷ്ടമം ജ്യോതിഷത്തിൽ ഏറ്റവും ദുർബലമായ മോശപ്പെട്ട ഒരു ഭാവമാകുന്നു. തത്ര അതികഷ്ട അഷ്ടമഹ എന്നാണ്. ഏറ്റവും മോശമായ വേഴ്സ് ആയ ഒരു ഭാവമാകുന്നു 8ാം ഭാവം. അതിനാൽ ഒരു ഗ്രഹം 8ാം ഭാവത്തിൽ നിന്നാൽ അതിൻ്റേതായ ദോഷങ്ങൾ വളരെയധികം അനുഭവിക്കപ്പെടുന്നു. അഷ്ടമത്തിൽ ഒരേ ഒരു ഗ്രഹത്തിന് മാത്രമേ ശുഭഫലം പറഞ്ഞിട്ടുള്ളൂ. അത് ബുധനാണ്. വിശ്രുത ഗുണാഹ, നല്ല ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടുമെന്നാണ് 8ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെയും നാം രാശിയെപ്പറ്റി വളരെയധികം പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ബുധൻ വൃശ്ചികലഗ്നമായ അഷ്ടമത്തിൽ നിൽക്കുകയാണെങ്കിൽ വളരെ ഗുണമാണ്. കുംഭലഗ്നമായ അഷ്ടമത്തിൽ നിൽക്കുകയാണെങ്കിൽ വളരെയധികം ഗുണകരമാണ്. നേരെ മറിച്ച് ചിങ്ങൻ ലഗ്നമായി ഈ ബുധൻ അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായി നിൽക്കുകയാണെങ്കിൽ ഒരു ഫലവും ഉണ്ടാവുകയില്ല. അയാൾ ഉന്മാദിയായിരിക്കും, മനസ്സിന് ഭ്രമത്വമുള്ള ആളായിരിക്കാം. കന്യലഗ്നമായി മേടത്തിൽ ബുധൻ വരികയാണെങ്കിൽ അവിടെ ലഗ്നാധിപനാണ്. കർമ്മമേഖല സംബന്ധിച്ച ഗുണങ്ങളൊക്കെ ആ ബുധൻ പ്രദാനം ചെയ്യാം. പക്ഷെ ആ ബുധൻ പലപ്പോഴും നാസ്തികനായും സ്ത്രീ വിഷയത്തിലും മദ്യപാന പ്രസക്തനുമായി തീരുന്നതായി നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുടെ കാണാൻ കഴിയുന്നതാണ്. ബുധൻ ശരീരത്തിലെ ഓറാശാസ്ത്രത്തിൽ നിങ്ങളെ ഇമോഷൻ, അനാഹതം, ഹാർട്ട് ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ്. ഇമോഷണലി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബുധൻ. അതിനാലാണ് ബുധൻ പാപഗ്രഹങ്ങളോട് കൂടെ നിന്നാൽ പാപിയാകുമെന്ന് പറയുന്നത്. പാരുഷ്യശ്രമബന്ധ മാനസരുജാഹ, മനസ്സിന് രോഗമുണ്ടാക്കുന്നു ബുധൻ. ഇവിടെ മകരം രാശിക്കാർക്ക് ഇന്ന് 8ൽ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിനാൽ പലപ്പോഴും പല പ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തികമായ കരകയറ്റലൊക്കെ ഈ സൂര്യൻ പലപ്പോഴും മകരം രാശിക്കാരെ സഹായിക്കുന്നതായിരിക്കും. ഋണവിമോചനം ഉച്ഛൃതിമാത്മനഃ, ഋണവിമോചനം, കടത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള ചില മാർഗങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഫലദീപിക ആചാര്യൻ പറയുകയാണ്, ഉച്ഛൃതിമാത്മനഃ, തനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാക്കുന്നു. കലഹകൃത്യ നിവൃത്തി മുബൈതി സഹ, കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പരിഹാരം കാണപ്പെടുന്നു. മഹിഷ പശ്വജ ഭൃത്യജനാഗമം, നല്ല ഭൃത്യജനങ്ങൾ ഉണ്ടാകുന്നു, നാൽക്കാലികൾ ഉണ്ടാകുന്നു, പശുക്കൾ ഉണ്ടാകുന്നു. വയസ്സി രന്ധ്രപതേർ ബലശാലിനഃ, ബലശാലിയായ അഷ്ടമാധിപൻ്റെ ദശയിലും സഞ്ചരിക്കുന്ന സമയത്തും. അപ്രകാരം ഇവിടെ ആദിത്യൻ ഗുണഭോക്താവാണ്. എങ്കിലും അഷ്ടമം നാം സൂചിപ്പിച്ചു ഏറ്റവും ദോഷപ്പെട്ട ഭാവമാകുന്നു. അറിയാതെ സ്ത്രീ വിഷയത്തിൽ എടുത്തു ചാടി കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്ന സമയമാകുന്നു 8ലെ ആദിത്യൻ്റെ സമയത്ത്. ക്രിയാലംബടസ്ഥ അഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യവസ്തു, താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിച്ച് തനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ദേശം വിട്ടുപോയ സ്ത്രീയുമായി അല്ലെങ്കിൽ അന്യദേശത്ത് ജോലി ചെയ്ത് അവിടെ സ്ത്രീകളുമായി സൗഹൃദമുണ്ടാക്കി പലപ്പോഴും വിവാഹത്തിലൊക്കെ എടുത്തു ചാടി തീരുമാനങ്ങളെടുത്ത് കഷ്ടപ്പെടേണ്ടുന്ന അവസ്ഥ സംജാതമാകുന്നു. വസുക്ഷീണത ദസ്യുതോവ, തൻ്റെ ധനം നശിക്കുന്നു കള്ളൻ കാരണം. അതിനാൽ സാമ്പത്തികമായ വിഷയത്തിൽ ഈ ആദിത്യൻ്റെ അഷ്ടമഭാവത്തിലുള്ള ഈ ഒരു മാസക്കാലം ജാമ്യം നിൽക്കുക, ജാമ്യം പറയുക, സാക്ഷി പറയുക, ഇതൊക്കെ ചെയ്ത് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടുന്നൊരവസ്ഥയും ഈ ആദിത്യനുണ്ടാക്കും. അർക്കേഷ്ടമേ ബഹുജനേഹി നിർവസേനയാവ യാതേ രവേരഹനി നൂനം ഉപദ്രവോ ഭൂത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിശ്ചയമായും അഷ്ടമത്തിൽ ആദിത്യൻ വരികയാണെങ്കിൽ തീർച്ചയായും ഉപദ്രവമുണ്ടാകും ബഹുജനങ്ങളുമായും, ഗവൺമെൻറ്റിൻ്റെ സേന, പട്ടാളം, പോലീസ് ഇവരുമായി. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ഊരാക്കുടുക്കുകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്കും പോയി എടുത്തു ചാടി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമയമാകുന്നു മകരം രാശിക്കാർക്ക് ഈ 8ലെ ആദിത്യൻ. ഗുഹ്യ സംബന്ധമായ രോഗങ്ങളെയും വളരെയധികം ശ്രദ്ധിക്കണം.
അഷ്ടമത്തിൽ ബുധനും ശുക്രനും സൂര്യനും കൂടിയാണ് ഇന്ന് മകരം രാശിക്കാർക്കുള്ളത്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചു, ഇതൊരു ത്രിഗ്രഹ യോഗമാണ്. ഈ ത്രിഗ്രഹ യോഗം അത്ര ഗുണമല്ല മകരം രാശിക്കാർക്ക്. അതിതപ്ത, വളരെ നിസ്സാരമായ കാര്യങ്ങൾ വരുമ്പോൾ ദുഃഖിക്കേണ്ടി വരുന്ന അനുഭവം വരുന്നു. വാചാടഹ, അനാവശ്യമായ സംസാരങ്ങൾ. എവിടെയാണോ ബുധൻ 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്നത്, അയാൾ അനാവശ്യമായി അമിതമായി സംസാരിച്ച് പല നല്ല രംഗങ്ങളെയും വഷളാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളുടെ രേഖാപരമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ബുധൻ വന്നാൽ അങ്ങനെയാണ്. ഇവിടെ 8-ൽ ബുധനാണ്, സൂര്യനോട് കൂടിയാണ്. രേഖ നഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുക, ഈ രീതിയിലുള്ള ക്ലേശങ്ങളൊക്കെ ഈ അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നമുക്ക് ഒരു താൽക്കാലികമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കാവുന്ന മാസമാകുന്നു ഈ ഒരു ചിങ്ങമാസക്കാലം. വളരെയധികം ശ്രദ്ധിക്കുക. സ്ത്രീ വിഷയത്തിലായാലും യുവതി യുവാക്കൾ പ്രണയ വിഷയത്തിലായാലും പ്രണയബന്ധം തകരുമ്പോൾ മാനസികമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് ഡിപ്രഷനിലേക്കൊക്കെ പോകാം. അതിനാൽ വളരെ ജാഗ്രത, സൗഹൃദ വിഷയത്തിലൊക്കെ പാലിക്കുക. ആർക്കും ഒരു പ്രോമിസും നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്ത്, ഇണ മകരം രാശിക്കാരാണെങ്കിൽ നമ്മളൊരു തമാശക്ക് കളിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ താൽക്കാലികമായ പിണക്കങ്ങൾ ഇവരെ വളരെയധികം ഹേർട്ട് ചെയ്യുന്നതാണ്. അതിനാൽ മകരം രാശിക്കാർ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഉത്രാടം നക്ഷത്രക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കണം. ധനുരാശിയുടെ ആദ്യത്തെ 15 നാഴിക വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത് വളരെ ഗുണമാണ്. പക്ഷെ മകരം രാശിക്കാർക്ക് കുറേ ക്ലേശങ്ങളുണ്ടാകും. നിങ്ങളെ ഭയപ്പെടുത്താൻ ഒന്നും ഞാനിവിടെ സൂചിപ്പിച്ചിട്ടില്ല. കാര്യങ്ങൾ വളരെ സത്യസന്ധമായി സ്ട്രേറ്റ് ഫോർവേഡായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതെൻ്റെ ധർമ്മമാണ്, ഒരു ജ്യോതിഷിയുടെ ധർമ്മമാണ്. നല്ലത് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകൾക്ക് കൂടി നാം പരിഹാരം കാണണം. അതാണ് യഥാർത്ഥ ജ്യോതിഷി. അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അർത്ഥമില്ലാതാകും. 8-ൽ ആദിത്യൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ പൈൽസ് രോഗത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാക്കും വ്യക്തിക്ക്. അതേ രീതിയിൽ ഷുഗർ പേഷ്യൻസിന് നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യുക. ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്ക് രോഗങ്ങൾ കൂടുകയാണ് ചെയ്യുക. ഷുഗർ 2ാം സ്റ്റേജിലേക്ക് കടക്കാം പലപ്പോഴും ഈ ഒരു മാസം. പ്രമേഹത്തിൻ്റെ ആധിക്യം വരുമ്പോൾ അത് കണ്ണുകളെ ബാധിക്കുന്ന ഒരു സമയമാണ്. ശിവനെ ഭജിക്കുക, ഇത് മാത്രമേ ഇവിടെ പരിഹാരമുള്ളൂ. ആദിത്യ ഹൃദയം മന്ത്രം ജപിക്കുക. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര, കൂവളമാല, ശംഖാഭിഷേകം ഇതൊക്കെ ചെയ്ത് വളരെയധികം ശിവപ്രീതി വാങ്ങി ഈ മാസക്കാലത്തെ രോഗവിഷയത്തിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും പരിഹാരമുണ്ടാക്കാൻ പ്രിയപ്പെട്ട മകരം രാശിക്കാർ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.